നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ കാണാതായ സേലമ്പ്ര സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തപ്പാങ്കുളങ്ങര കാരാളിപ്പറമ്പ് പ്രണവനാഥന്റെ മൃതദേഹമാണ് റോഡിൽ നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരമാണ് കാണാതായത്. തൊണ്ടിവാഹനങ്ങൾ നീക്കം ചെയ്ത് ശുചിയാക്കിയ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വീണ്ടും തൊണ്ടിവാഹനങ്ങൾ. അനധികൃത ചെങ്കൽ, മണ്ണ് കടത്തിന് പിടികൂടിയ ടിപ്പർ ലോറികൾ എന്നിവയാണ് സിവിൽ സ്റ്റേഷൻ ക്യാന്റീന് സമീപത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിട്ട ശേഷം ചാലുകൾ ശരിയായ വിധം മൂടാത്തത് അപകടക്കെണിയാകുന്നു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷന്റെ പദ്ധതിക്കായി റോഡിനോട് ചേർന്ന് നിർമ്മിച്ച ചാലുകളാണ് ഭീഷണിയാകുന്നത്. പൈപ്പിട്ട ശേഷം ശാസ്ത്രീയമായി മൂടാത്തതിനാൽ കനത്ത മഴയിൽ മണ്ണ് താഴ്ന്നിറങ്ങി ചാലുകൾ വീണ്ടും രൂപപ്പെടുകയാണ് ചെയ്തത്. ചേലേമ്പ്ര കൊളക്കാട്ട് ചാലി വയലിൽ 7 ഏക്കർ നെൽകൃഷി മഴവെള്ളത്തിൽ മുങ്ങി നശിച്ചു. 10 ദിവസം മുൻപ് വേനൽ മഴയെ തുടർന്ന് കുതിർന്ന വയൽ ട്രാക്ടർ വാടകയ്ക്കെടുത്ത് ഉഴുത് പൊടിയാക്കി നെൽവിത്ത് വിതച്ചതായിരുന്നു. മുളച്ചു പൊന്തിയതിന് പിന്നാലെയാണ് നെൽകൃഷി വെള്ളം കയറി നശിച്ചത്. ചേലാമ്പ്ര പഞ്ചായത്തിലെ കാക്കഞ്ചേരിയിൽ റോഡിൽ മണ്ണിടിഞ്ഞ് വീണിട്ട് ദിവസങ്ങളായി. നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന റോഡിലാണ് ഗതാഗത തടസ്സം. കോഴിക്കോടിലേക്ക് പോകുന്നവരെ വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കോട്ടക്കൽ 6 വരി പാതയിൽ നിന്ന് ഓവുച്ചാൽ വഴി മാരാക്കര പഞ്ചായത്ത് റോഡിലേക്കും വീടുകളിലേക്കും മലിനജലം ഒഴുകുന്നതിനെതിരെ നാട്ടുകാർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗത്തിലാക്കി നിർമ്മാണ കമ്പനി. നിർമ്മാണം നിർത്തേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്നാണ് രണ്ടത്താണിയിലെ നാട്ടുകാർ പറയുന്നത്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് പൊന്നാനിയിലെ കർമ്മ റോഡ്. ഭാരതപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ടിവിടെ. അതോടൊപ്പം സൂര്യാസ്തമയവും ആസ്വദിക്കാം. വൈകുന്നേരം പൊന്നാനിയിലെ മധുരമൂറും പലഹാരങ്ങളും ആസ്വദിക്കാം. ഇതൊക്കെയാണ് സഞ്ചാരികളെ പൊന്നാനിയിലേക്ക് ആകർഷിക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.